DQ ഈ സിനിമയ്ക്ക്, സണ്ണിച്ചേൻ്റെ സിനിമ, മിഥുൻ്റെ സിനിമ, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ DQ വന്നതാണ്. സണ്ണിച്ചേൻ്റെ സ്പെഷ്യൽ ആരാധികമാർക്കും ഒരു ഉമ്മ കൊടുത്തോ? അതേപോലെ തന്നെ DQ വരുമ്പോൾ DQ യൂസ് ചെയ്യുന്നൊരു ഷൂ, അത് ആ സിനിമയ്ക്ക് എത്രമാത്രം ആ ഷൂ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത്രയേറെ ബുദ്ധിമുട്ടി പാടുപെട്ടൊക്കെയാണ് ഓരോ എഡീസും സിനിമ ചെയ്യണം. ആ സിനിമയുടെ സന്തോഷം എൻജോയ് ചെയ്യുന്നത് ഇതേപോലത്തെ സംവിധായകർ, ഇതേപോലത്തെ ഹീറോസും. അപ്പൊ ആട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. Thank you so much to all my viewers, and I love you because you have given me so much of support and keep liking me this way. I didn't wanted to say that. And thank you so much Midun Cheta, Sunny Veen, Leona, Saiju Guru, Dilkash Sarwan, everyone in the crew, all the chief ADs and assistant directors and the DOP, every single one in the queue. I am so thankful to you and thank you so much. നമസ്കാരം. നമ്മളുടെ ഒരു സിനിമ ഇറങ്ങി, ആൻ മരിയ കലിപ്പിലാണ്. അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു ചെറിയ സസ്പെൻസും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. 2 വ്യക്തികളുണ്ട്, വെരി സ്പെഷ്യൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട. അപ്പം നേരിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഹായ് ഹലോ, എല്ലാ ഹായ് ഹലോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എനിക്കും ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, എല്ലാം വളരെ പോസിറ്റീവായിട്ട്. അതായത് സിനിമ നല്ലത് എന്നല്ലാതെ വേറൊരു നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു, ഐ ലവ് യു ഓൾ. അതെ, സെയിം അഭിപ്രായം തന്നെയാണ് ഇവിടെ. എല്ലാവരും കുടുംബത്തോടൊപ്പം, കണ്ടിട്ടില്ലാത്തവർ കുടുംബത്തോടൊപ്പം തന്നെ പോയി സിനിമ കാണുക. എല്ലാ ഭാഗത്തുനിന്നും അയച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയുക പോസിറ്റീവ് റെസ്പോൺസിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് നമ്മളിത് ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കിത് ഒരു മോശമാവില്ല എന്ന് മാത്രം ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് നിങ്ങളെ പറ്റിക്കാൻ പാടില്ല. അതായിരുന്നു എനിക്ക് മിഥുനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന അളിയ, ഇടയ്ക്ക് പറ്റിക്കുന്നതിൽ ഭാഗമാവാറുണ്ട്. അതിപ്പം നിങ്ങൾക്കറിയാലോ, നമുക്ക് ആരും മോശം സിനിമ അറിഞ്ഞുകൊണ്ടെടുക്കുന്നതല്ല. അപ്പോൾ ഇടയ്ക്ക് പറ്റിപ്പോണതാണ്, ക്ഷമിക്കണം. പക്ഷെ ഇപ്പം അബദ്ധത്തിൽ നന്നായപ്പോൾ അങ്ങനെ തന്നെ അബദ്ധത്തിൽ നന്നായപ്പോൾ അല്ല, നമ്മളത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. കാര്യം ഇതിൽ 2 മെയിൻ പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. ഇന്ന് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആക്ച്വലി ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റിലാണ്. അപ്പം ഈ സിനിമ നമ്മൾ ചെയ്യാൻ വേണ്ടി മിഥുൻ സണ്ണിച്ചാനും കൂടെ പ്ലാൻ ചെയ്ത സമയത്ത് ഇവർക്കൊരു പ്രൊഡ്യൂസറെ കിട്ടാനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ താരങ്ങളില്ലല്ലോ, അല്ലേ അളിയാ? അപ്പം താരങ്ങളില്ലായിരുന്നുകൊണ്ട് നമുക്കൊരു സിനിമ ഭയങ്കര പാടായിരുന്നു പ്രാക്ടിക്കൽ സൈഡ്. കാര്യം ഒരിക്കലും നമ്മളൊരു പ്രൊഡ്യൂസറെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് തിരിച്ചു വരണം, ഒക്കെ വേണം. പക്ഷെ അങ്ങനെ ഇരുന്നിട്ടാണ് നമുക്ക് അവസാനം ഈ പറയുന്ന പോലെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിന് നമ്മളിപ്പം ഈ ഒരു അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയും. ജോബി ചേട്ടാ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. ജോബി ചേട്ടന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജോബി ചേട്ടൻ്റെ ഫാമിലിക്കൊക്കെ ഈ ഒരു സിനിമ എടുത്തതിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആക്ച്വലി ഈ സിനിമ എടുത്തിട്ട് ഇതിൻ്റെ പ്രിവ്യൂ വിത്തൗട്ട് മ്യൂസിക് ഞങ്ങളുടെ പ്രൊഡ്യൂസർ കുടുംബമായിട്ടിരുന്ന് ഒരു ദിവസം ഇരുന്ന് കണ്ടു. അപ്പോൾ പുള്ളി സിനിമ കണ്ടിട്ട് പറഞ്ഞു, ഒരു ദിവസം രാത്രി സിനിമ കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഞാനിതിൻ്റെ മ്യൂസിക് ഒന്നുമില്ലാതെയാണ് ഈ സിനിമ കണ്ടത്. എനിക്ക് ഒരുപാട് സന്തോഷം. അതായത് ഞാൻ ചെയ്തൊരു സിനിമ വളരെ നന്നായി വന്നു, ആരും കുറ്റം പറയാനാവുകയും നല്ല പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ കേരളത്തിലെ മൊത്തം കുടുംബങ്ങളിലേക്കും എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം പോയി കാണാം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഇതൊരു ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമയാണ്. അങ്ങനൊരു സിനിമ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ യങ് താരം DQ ഈ സിനിമയ്ക്ക്, സണ്ണിച്ചേൻ്റെ സിനിമ, മിഥുൻ്റെ സിനിമ, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ DQ വന്നതാണ്. അപ്പം അദ്ദേഹം തന്നെ ഇതിൽ പല പല കോൺട്രിബ്യൂഷൻസ് അല്ലേ. ഒരിക്കലും ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അത് ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലുപരി ആ സിനിമ നന്നായി കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിൻ്റെ ചെറിയ ഇൻപുട്സ് ഒരു ക്യാരക്ടർ വേണ്ടിയിരുന്നു. അപ്പം പുള്ളി സ്ക്രിപ്റ്റൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം പറഞ്ഞു ഒരുപാട് സജഷൻസ്, വാല്യുബിൾ സജഷൻസ് ദുൽഖറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയെ അതുകൊണ്ട് അപ്പം എന്താ പറയുക, ആ
പുള്ളി പറഞ്ഞിട്ടുള്ള സജഷനിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടർ ഇപ്പം തിയേറ്ററിൽ ഒരുപാട് കയ്യടി മേടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ബംഗാളിയുടെ ക്യാരക്ടർ, നിങ്ങളത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ DQ വരുമ്പോൾ DQ യൂസ് ചെയ്യുന്നൊരു ഷൂ, അത് ആ സിനിമയ്ക്ക് എത്രമാത്രം ആ ഷൂ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കണ്ടവർക്കും ഇനി കണ്ടു കഴിയുമ്പോൾ അല്ലേ മനസ്സിലാവും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് ആയിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു സപ്പോർട്ട് ജസ്റ്റ് വന്ന് നിൽക്കാതെ അതിൽ ഇടപെട്ട് അത് നന്നായി കാണണം എന്നുള്ള ആഗ്രഹം. അപ്പം അങ്ങനെ കുറേ നല്ല മനസ്സുകളുടെ ഒരു സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടി. ആ ഒരു കൂട്ടായ്മയുടെ ഒരു എന്താ പറയുക റിഫ്ലക്ഷൻ ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. എല്ലാവരുടെയും ഒരു 100% ആത്മാർത്ഥമായിട്ടുള്ള ഇൻവോൾവ്മെന്റിന്റെ. ഇപ്പം നമ്മുടെ തന്നെ റൈറ്ററായ ജോൺ ഇവിടെ ഉണ്ട്. ജോൺ ഇതേ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നുള്ള ഓസ്റ്റിൻ. ഇതേ ജോൺ, ഇതാണ് റൈറ്റർ. മിഥുനും ജോണും കൂടാണ് ഇത് എഴുതിയത്. ഓസ്റ്റിനെ നിനക്ക് പൊക്കമുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പൊക്കമില്ല കേട്ടോ. ഇതേ ഇത് നമ്മുടെ ADs ആണ്. ഒരു ADയുടെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് മനസ്സിലാക്കണം. ഞാൻ വർക്ക് ചെയ്താണ്, അത്രയേറെ ബുദ്ധിമുട്ടും പാടുപെട്ടൊക്കെയാണ് ഓരോ ADസും സിനിമ ചെയ്യണം. ആ സിനിമയുടെ സന്തോഷം എൻജോയ് ചെയ്യുന്നത് ഇതേപോലത്തെ സംവിധായകർ, ഇതേപോലത്തെ ഹീറോസും. ഏതായാലും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഞങ്ങളിത് അധികം നീട്ടി ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്താ പറയുക, അത് ഞങ്ങളുടെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ മുടക്കുന്ന 80 രൂപയോ 100 രൂപയോ ഒരിക്കലും നഷ്ടമാവില്ല. പിന്നെ സിനിമ കണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ഈ മാധ്യമത്തിലൂടെ തന്നെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റായിലൂടെയോ, അല്ലെങ്കിൽ എനിക്കറിയില്ല ട്വിറ്ററോ പുതിയ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എത്തും, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. സണ്ണിച്ചന്റെ സ്പെഷ്യൽ ആരാധികമാർക്കും ഒരു ഉമ്മ കൊടുത്തോ. പിന്നെ ആടെന്ന് പറഞ്ഞ ആ ക്ഷീണമൊക്കെ മാറിയല്ലേ. അപ്പൊ ആട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. ബൈ ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ആൻമരിയ എന്താ പറയുക, ഒരു നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചതിൽ, അല്ലെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു സ്റ്റേറ്റസിൽ ഒതുക്കി കളയണമെന്ന് ഞാൻ കരുതി. പക്ഷേ അതിനെക്കാട്ടിലും ഉപരി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളോടിങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടിങ്ങനെ നേരിട്ട് നന്ദി പറയാം എന്ന് വിചാരിച്ചു. ഇത് ബാക്കിൽ സൈജു ഗ്രൂപ്പിനെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ സിനിമയുടെ പ്രൊമോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡയറക്ടറുണ്ട്. ഞാൻ ഡയറക്ടറെ അടുത്തിട്ട് ഞാൻ പാസ് ചെയ്യാം. ഹലോ, മിഥുൻ മാനുവലാണ്. എല്ലാവർക്കും നമസ്കാരം. ആൻമരിയയ്ക്ക് എക്സലന്റ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻമരിയ ഹൃദയത്തോട് ചേർത്ത എല്ലാവർക്കും താങ്ക് യു. ഫേസ്ബുക്ക് പേജിൽ നിന്നും ഞാൻ മിഥുൻ മാനുവൽ തോമസ്, ഒരുപാട് സന്തോഷത്തോടെ താങ്ക് യു. തൊട്ടുപുറകിൽ സൈജു കുറുപ്പുണ്ട്, ലിയോണ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. ഉഗ്രൻ റിപ്പോർട്ട്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കിട്ടാൻ പോകുന്നതും അങ്ങനത്തെ റിപ്പോർട്ട്സ് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വളരെ നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. ഒരു ലവബിൾ ക്യൂട്ട് സ്റ്റോറിയാണ്. ബേബി സാര അർജുൻ പൊളിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സണ്ണി വേൻ എന്ന് പറഞ്ഞ ആക്ടറും വളരെ നന്നായിട്ട് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. സണ്ണിക്ക് എൻ്റർടൈനർ കൂടിയാണ്. ആൻ മറിയ കലിപ്പിലാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സിനിമ കണ്ടവർക്കൊക്കെ വളരെയധികം നന്ദി. പാസ് ഓൺ ദ മെസ്സേജ്. ഡെഫിനറ്റ്ലി ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണാം. ഇറ്റ്സ് നിയർ യുവർ തിയേറ്റേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും ഒരു റിപ്ലൈ.